ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പോലും ക്ലോസ് റേഞ്ചിൽ വന്ന് നിൽക്കാവുന്ന മാത്രം അടുപ്പവും ബന്ധവും ഈ ക്രിമിനലുകൾക്ക് പാർട്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല എന്നുള്ളതല്ല അത് തെളിയിക്കുന്നത്. അവരതിന്റെ സ്പെഷ്യലിസ്റ്റുകളാണ്. ഇതിനു മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട CPM നേതൃത്വത്തോട് പറയുന്നു, വടകരയിലെ പ്രിയങ്കരായ ജനങ്ങളോട് പറയുന്നു, കരുതലും സ്നേഹമൊന്നും ഫ്ലെക്സിലും പോസ്റ്റിലും പോസ്റ്ററിലും അച്ചടിച്ചു വെക്കാൻ മാത്രമുള്ള വാക്കുകളല്ല, അതിന്റെ അല്പമെങ്കിലും പ്രതിദാനം ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കാൻ ഇവർ തയ്യാറാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ന്യായീകരണവും ഇല്ലാത്ത, ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു ഇൻസിഡന്റ് ആണ് നടന്നിട്ടുള്ളത്. നേതാക്കന്മാരെ, പാർട്ടി ആചാര്യന്മാരെ, ബുദ്ധിജീവികളെയൊക്കെ സൃഷ്ടിച്ചിരുന്ന ഒരു കാലത്ത്, അങ്ങനെ ആളുകളെ അബ്രിങ്ങിങ് പറയപ്പെട്ടിരുന്ന ഒരു കാലത്തിന് പകരം ഇപ്പോഴത്തെ അബ്രിങ്ങിങ് മുഴുവൻ കൊടിസുനിമാരിലേക്കാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നല്ല ജനപ്രതിനിധികളെയോ നല്ല നേതാക്കന്മാരെയോ നല്ല പൊതുപ്രവർത്തകരെയോ അല്ല, നല്ല ഒന്നാം തരം ഗുണ്ടകളെ, കൊട്ടേഷൻ സംഘാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. കാരണം ഈ ക്രിമിനൽ